അതെ ഇതെന്തി നിങ്ങള് പിന്നെ ഇതിങ്ങനെയൊക്കെയാണ് പറ്റ ഒരു എന്താ പറയാ ഒരു അതപ്പും ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് ഇത് കൊടുത്തയക്കണത്. ഇതിപ്പോ പറ്റ കയറി പറഞ്ഞ് എന്താ ഇത് ചെയ്യാൻ നമ്മൾ ചില അത്രയും വിഷമത്തിലാണ് ഇത് കാണുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഒരു പരമാവധി നമ്മൾ ഇതിന്റെ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിപ്പോ നമ്മള് ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് ഇനി ആക്രിക്കടയിൽ. അതെ, അന്ന് നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ എന്തോ ഒരു വിഷയം നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എന്നോട് പറയാണ്ട് പറഞ്ഞല്ലോ, അത് എന്തായിരുന്നു സംഭവത്തിൽ? അതായത് ഇത് വീഡിയോ കണ്ടിട്ടേ ഒരുപാട് മതസ്ഥത കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു ഇതര മതസ്ഥയിൽപ്പെട്ട ഒരു വ്യക്തി എന്നോട് അവര് പേഴ്സണലായിട്ട് ചോദിച്ചു, ഇതൊക്കെ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണേ, വൃത്തിയാക്കി ശരിയാക്കി വെച്ചതാണ്. ഇത് എല്ലാത്തിലും ഉള്ളത് ഖുർആനുകളാണ്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാ, ഈ ബക്കറ്റില് നമ്മൾ ബക്കറ്റ് എല്ലാ വീടുകളിലും ഇതുപോലെ പെയിന്റ് ബക്കറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. 100 രൂപ കൊടുത്താൽ ബക്കറ്റ് കിട്ടും. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യാൻ നമ്മള് ഈ ഖുർആനിനെ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഉപയോഗിക്കാൻ പറ്റാത്തതും